അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഉയർന്ന താരിഫുകൾ തമിഴ്നാട്ടിലെ 10 ലക്ഷം പേർ വസിക്കുന്ന ഒരു ചെറു പ്രദേശത്തിന് വരുത്തിയ നഷ്ടം 15,000 കോടി രൂപയുടേതാണ്. ഇന്ത്യയുടെ കോട്ടൺ വസ്ത്ര കയറ്റുമതിയുടെ 90% നിർവഹിക്കുന്ന പ്രതിവർഷം 40,000 കോടി രൂപയുടെ കയറ്റുമതി നടത്തുന്ന ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഹബ്ബായ തിരുപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 8 ലക്ഷം പേരാണ് തിരുപ്പൂരിലെ ടെക്സ്റ്റൈൽ യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്നത്. ലോകം ധരിക്കുന്ന നൈക്കി, അഡിഡാസ്, H&M, സാര, ടോമി ഹിൽഫൈനർ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ടീഷർട്ടുകളിൽ മിക്കവയിലും ഒരുപക്ഷെ ഒരു തമിഴ് കരസ്പർശം ഉണ്ടായിരിക്കാവുന്ന സാരം. 80കളിൽ 15 കോടി രൂപ മാത്രമായിരുന്നു തിരുപ്പൂരിന്റെ ടെക്സ്റ്റൈൽ കയറ്റുമതി. ഇവിടുത്തെ പരമ്പരാഗത കർഷകരിൽ പലരുമാണ് ആദ്യകാല ടെക്സ്റ്റൈൽ യൂണിറ്റുകൾ സ്ഥാപിച്ചത്. ഗുണനിലവാരമുള്ള കോട്ടൺ വസ്ത്രങ്ങൾ കുറഞ്ഞ നിരക്കിൽ നൽകാനായതോടെ ഓർഡറുകൾ വളർന്നു. ഇന്ന് 22,000 ചെറുകിട ടെക്സ്റ്റൈൽ യൂണിറ്റുകളാണ് തിരുപ്പൂരിനെ സമ്പന്നമാക്കുന്നത്. 80കളിലെ കുഗ്രാമത്തിൽ നിന്ന് തിരുപ്പൂർ ഒരു നഗരമായി മാറി. സുസ്ഥിരതയിലൂന്നിയാണ് ഇന്ന് തിരുപ്പൂരിന്റെ വളർച്ച. പ്രതിദിനം 13 കോടി ലിറ്റർ ജലമാണ് തിരുപ്പൂർ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നത്. 300 മെഗാവാട്ട് വൈദ്യുതി ആവശ്യമായ നഗരം അതിന്റെ 6 ഇരട്ടിയിലേറെ ഹരിതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. സോളാർ, വിൻഡ് ഫാമുകളിലൂടെ 1900 മെഗാവാട്ട് വൈദ്യുതിയാണ് തിരുപ്പൂരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 2 ദശലക്ഷം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഹരിതോർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര കമ്പനികളെല്ലാം അതിനാൽ ബംഗ്ലാദേശിനെ കൈവിട്ട് തിരുപ്പൂരിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ചെറുകിട നിർമ്മാണ യൂണിറ്റുകളുടെ തിരുപ്പൂർ വിജയഗാഥ ഇന്ന് ഒരു ഹരിത കഥ കൂടി അതിനോട് ചേർത്ത് വെക്കുന്നു.